ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നല്ല അടിപൊളിയായിട്ട് പഴുത്ത കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചക്കയൊക്കെ ഒരുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതും കൊണ്ട് ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ചക്കപ്പഴം കൊണ്ടിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പഴമൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ. അപ്പോൾ അതിൽ നിന്ന് നല്ല വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഉണ്ണിയപ്പമാണ് ചക്കപ്പഴം കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഴുത്തത് വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ല പോലെ പഴുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത് ഈ ഒരു ചക്കപ്പഴം ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാവേ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള ചക്ക ഞാൻ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 12-13 എണ്ണമൊക്കെയാണ് എടുത്തേക്കുന്നത്. കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചക്കയുടെ വലുപ്പം അനുസരിച്ച്, അതിൻ്റെ ചുളയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടാം കേട്ടോ. അപ്പോൾ ചക്കയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൂടുതലായിട്ട് കിട്ടും. ഇനി അതൊരു മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നേരെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മൾ 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓവർനൈറ്റ് നല്ലപോലെ കുതിർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാനായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ശർക്കര പാനിയാണ് കേട്ടോ. ശർക്കര പാനി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഉരുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് നല്ലപോലെ കുറഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒരു വിരകളൊന്നും മുക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട്. ഞാനിപ്പോൾ അതിനായിട്ട് ഈ ഒരു സൈസിലുള്ള അച്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അച്ചും പിന്നെ ഒരു അച്ചിൻ്റെ പകുതിയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് അതുപോലെ നമ്മുടെ ചക്കയുടെ മധുരത്തിനനുസരിച്ചൊക്കെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഉരുക്കി എടുത്ത് മാറ്റി വെച്ചിരുന്നതായിരുന്നേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരയ്ക്കുന്ന സമയത്ത് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന ശർക്കരയ്ക്ക് ഉപ്പില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്കിതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ ജീരകവും അതുപോലെ ഒരു 3 ഏലക്കയുടെ കുരുവും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ. നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഗോതമ്പിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചരിയൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു തരിയോട് കൂടിയാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അത്ര സോഫ്റ്റ് ആയിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ തരികളോട് കൂടി നമുക്ക് അരച്ചെടുക്കട്ടെ. കാരണം നമ്മുടെ ഉണ്ണിയപ്പത്തിന് ചെറിയൊരു തരിയൊക്കെ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് റവ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ചെറിയൊരു തരിയോട് കൂടിയാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഓൾറെഡി അരച്ചെടുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ചക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരച്ച് വെച്ചേക്കുന്ന ആ ചക്ക മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ചക്ക മൊത്തത്തിലൊന്ന് ബ്ലെൻഡായി വരുന്നത് പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഒഴിച്ചപ്പോൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു ശർക്കര പാനിയും കൂടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ ആ ഒരു അരിയുടെ മിക്സിനകത്തേക്ക് നമ്മൾ ചക്കയും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ച് എല്ലാം ഒന്ന് യോജിപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നേരെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൻ്റെ ഒരു തിക്നെസ് ഒക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം എടുത്ത് നമ്മൾ ഈ അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഒരു തിക്നെസ്സിൽ കിട്ടുമേ. അപ്പോൾ ഇനി നമുക്കിതിനെ എല്ലാത്തിനും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 4-5 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടി വരുന്നത്. നമ്മൾ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാത്തത് കൊണ്ട് 4-5 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇനി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നല്ലപോലെ കറക്റ്റ് പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 4-5 മണിക്കൂർ നേരം റെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട്. സംഭവം നല്ല സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ നേരിട്ട് ചേർത്ത് കൊടുക്കുന്നതിന് പകരം ഇതിനകത്ത് നല്ല തേങ്ങാക്കൊത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ വറുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നില്ല, പകരം നെയ്യ് മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 2 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി നെയ്യ് എല്ലാ ഭാഗത്തേക്കും വരുന്നത് പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേണം നമുക്കിനി ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. നമ്മളിതിനകത്തേക്ക് ഉണ്ണിയപ്പ ചട്ടി ഉപയോഗിച്ചിട്ടല്ല ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ ചീനച്ചട്ടിയിലാണ് കേട്ടോ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഉണ്ണിയപ്പ ചട്ടി ഇല്ലാത്തവർക്കും കൂടി ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ
ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാതെ നമ്മുടെ സാധാ ചീനച്ചട്ടിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാനായിട്ട് പോകുന്നത്. ഞാനത് ആദ്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മാവ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും കൊണ്ട് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. രാത്രി ആയിട്ടുണ്ട്, എന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മാവ് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു തിക്നെസ് ഏകദേശം മനസ്സിലാവും. ഭയങ്കര കട്ടിയാവാൻ പാടില്ല, എന്നാൽ തീരെ ലൂസായി പോകാനും പാടില്ല കേട്ടോ. ഒരു കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിന് നമുക്ക് കിട്ടണേ. അപ്പോൾ ഈ എണ്ണ നമ്മൾ എടുത്തതിനകത്തേക്ക് ഞാൻ ഒരു കുഴിയൻ തവി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തവിക്കകത്താണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു തവിയും നല്ലതുപോലെ ചൂടാവണം, അതായത് എണ്ണ നല്ലപോലെ തിളച്ച് അതിൻ്റെ ഒപ്പം തന്നെ കിടന്ന തവിയും കൂടി ചൂടാവണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ പറ്റിപ്പിടിക്കും കേട്ടോ, തവിയുടെ അടിയിൽ. അപ്പോൾ നമ്മളത് തവിയും എണ്ണ ഒരുമിച്ച് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ സാധാരണ കുഴിയൻ ചട്ടിയിൽ എങ്ങനെയാണോ കോരി ഒഴിക്കുന്നത് അതുപോലെ കോരി ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ നല്ലപോലെ പൊന്തി വരും. ആ ഒരു ടൈമിൽ നമുക്ക് അതിൻ്റെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിനൊരു ടൂത്ത് പിക്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്ക്, പപ്പട കുത്തി അങ്ങനത്തെ സ്റ്റിക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് തിരിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ച് പാകാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വയ്ക്കണം, അതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതിനെ വേണമെന്നുണ്ടെങ്കിൽ നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു തവിയിലേക്ക് തന്നെ വേഗം അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഒരുമിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അടുത്ത മാവ് കോരി ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഉണ്ണിയപ്പം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു തവിക്കകത്തേക്ക് നമ്മളിതേ രണ്ടാമത്തെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മാവ് നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും പൊന്തി വരും. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടുത്തത് ആ തവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് 2-3 ഒക്കെ വേണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എടുക്കുന്ന എണ്ണയുടെ അളവനുസരിച്ച് നമുക്ക് എണ്ണ കൂടുതൽ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് അപ്പുറത്ത് പൊന്തി വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ നേരെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉണ്ണിയപ്പം മുഴുവനായിട്ടൊന്ന് ഉണ്ടാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അത് മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഉണ്ണിയപ്പൊക്കെ മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. സംഭവം ഇങ്ങനെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. കാണാൻ മാത്രമല്ല കഴിക്കാൻ അതുപോലെ തന്നെ അടിപൊളിയാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇതിങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല എത്രത്തോളം ഭംഗിയുണ്ട് അത് കാണാൻ. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. കാരണം ഇപ്പോൾ ചക്കയുടെയൊക്കെ ഒരു സീസണായി വരുന്ന ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും തന്നെ ചക്കപ്പഴമൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും സാധിക്കും. പിന്നെ ഇതിങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കുമ്പോൾ ഹാർഡായി പോവുക, സോഫ്റ്റ് ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു സംശയമൊക്കെ ഉള്ളവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അത് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് എടുക്കുന്ന സമയത്ത് എനിക്കിത് ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് കട്ട് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉണ്ണിയപ്പം നമുക്ക് എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും പുതിയൊരു വിഭവത്തിൻ്റെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.